അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ നാപ്റ്റോൾ രാജേഷ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് വെറും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ 3999 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇപ്പൊ ഓർഡർ ചെയ്താൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെത്തും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് വളരെയധികം സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യുക. ഇത് നിങ്ങൾ സ്വന്തമാക്കുക. വെറും 42 സ്റ്റോക്ക് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇതിന്റെ പ്രൈസ് 4999 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നമ്മൾ തരുന്നത് 3000 രൂപയ്ക്ക്. ടെക് ചാനൽ നിർത്തിയിട്ട് നാപ്റ്റോൾ കച്ചവടമായാന്ന് വിചാരിച്ചാൽ, പക്ഷെ അങ്ങനെയല്ല. ടെക് ചാനൽ നിർത്തിയിട്ട് നാപ്റ്റോൾ കച്ചവടമായാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, നാപ്റ്റോൾ അല്ല. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ചെറിയ പണികൾ തൊട്ട് നമുക്കിപ്പോൾ വീട്ടിൽ ഒരു ട്യൂബ് മാറ്റണമെങ്കിൽ, നമ്മുടെ ഈ ഒരു സാധാരണ ട്യൂബ് മാറ്റി LED ട്യൂബ് ആക്കണമെങ്കിൽ നമുക്കൊരു ഹോൾ ഡ്രിൽ ചെയ്യണം. അതിനോട് നമ്മൾ ചെയ്യുന്ന വേറെ ആരെയും വിളിക്കുക, അല്ലെങ്കിൽ ഈ ഇതുപോലെ ഡ്രില്ലും മിക്സിയും പാടാക്കി എടുക്കുക. പക്ഷെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഡ്രിൽ മെഷീൻ എന്ന് പറയുന്നത്. കാരണം ചെറിയ പണി, കർട്ടന്റെ പണി, അതുപോലുള്ള സംഭവങ്ങൾക്ക് എല്ലാം നമുക്ക് ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യും. വളരെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി ഡ്രില്ലിംഗ് മെഷീൻ. ഈ ഒരു സംഭവം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഒരു സാധാരണ ഒരു വീട്ടുകാരന് ഇത് പ്രൊഫഷണൽ സാധനമാണ്, പക്ഷെ സാധാരണ ഒരു വീട്ടുകാർക്ക് വാങ്ങിച്ചുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ സമയം കളഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു പോയി ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട്. അപ്പൊ ഇത് പൊട്ടിക്കാനായിട്ട് ഇവിടെ സൈഡിൽ 2 ലോക്ക് ഉണ്ട്. ആ ലോക്ക് തുറന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഫുൾ സെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇത്രയും സെറ്റാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ അടങ്ങിയ ഒരു ഫുൾ കിറ്റാണ് നമുക്ക് ഈ ഒരു ഡ്രിൽ മെഷീൻ കോമ്പൗണ്ടോടെ കിട്ടുന്നത്. അപ്പൊ ഇത് കുറച്ച് തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കുറെ നല്ല പഴക്കമുള്ളതുമായിട്ടുള്ള ഒരു കിറ്റാണ്. ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ കൂടെ ഒരു ഹാമറാണ് കിട്ടുന്നത്. ഒരു അടിപൊളി ഒരു ഹാമർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാമർ അത്യാവശ്യം ചെറിയൊരു പണികൾക്ക്, അതായത് ചെറിയ ചെറിയ പണികൾക്കെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാമർ തന്നെയാണ് ഈ ഒരു ഹാമർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ട് തുരുമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹാമർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാമർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പം അഡ്ജസ്റ്റബിൾ വ്രഞ്ച് കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ സ്പാനർ ആണ് കിട്ടുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര വലിയ നട്ടോ എല്ലാം ഇളക്കാൻ പറ്റും ഈ ഒരു സ്പാനർ വെച്ച്. ഇത് സംഭവം ഫുള്ളി അഡ്ജസ്റ്റബിൾ, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറയുന്നത്. ഈ പൈപ്പ് റാഞ്ചിയൊക്കെ പോലുള്ള വലിയ സംഭവങ്ങൾ യൂസ് ചെയ്യാതെ നമുക്ക് അത്യാവശ്യം ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പാനർ, അഡ്ജസ്റ്റബിൾ സ്പാനർ നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ലെവല് കറക്റ്റ് ആണെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ കർട്ടന്റെ അങ്ങനത്തെ ഒക്കെ പണി ചെയ്യുമ്പോഴത്തേക്ക് കർട്ടനൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും കർട്ടൻ ലെവൽ സ്ട്രെയിറ്റ് ആണോ നോക്കണം. അപ്പൊ അതിനുള്ള ഒരു ഡിവൈസ് ആണ് സംഭവം. അതായത് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഈ ഒരു രണ്ട് ഇതില് ഒരു ബബിള് വന്ന് നിൽക്കുക, അപ്പോഴത്തേക്ക് അത് സ്ട്രെയിറ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു സോക്കറ്റ് സെറ്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ വലിയ വലിയ സോക്കറ്റുകൾ അഴിക്കാൻ വേണ്ടിയിട്ട്, ഈ ഡ്രില്ലറിനകത്ത് ഇട്ട് നമുക്ക് സോക്കറ്റ് അഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് സെറ്റ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8 സോക്കറ്റാണ് കിട്ടുന്നത്. ഇത് അതിന്റെ അറ്റാച്ച്മെന്റ് ആണ്. 7 സോക്കറ്റാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഈ ഒരു റൂഫിന്റെ പണിയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ഈ തകരത്തിന്റെ ഓട്ടോമാറ്റിക്കലി ഡ്രൈവൺ ചെയ്ത് കയറുന്ന സ്ക്രൂകളൊക്കെ കഴിക്കാനും, ഈ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ബോൾട്ടുകൾ നമ്മൾ സ്പാനർ കൊണ്ട് അഴിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ ഇത് ഘടിപ്പിച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ സോക്കറ്റ് സെറ്റ് നമുക്ക് ഇവിടെ തരുന്നത്. പിന്നെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സാധാരണ ഒരു പ്ലെയർ തന്നെയാണ്, കട്ടിംഗ് പ്ലെയർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മേളത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബിറ്റുകൾ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ബിറ്റ് സെറ്റ് കിട്ടുന്നുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് തടിയിൽ ഡ്രിൽ ചെയ്യുന്ന ബിറ്റ് കിട്ടുന്നുണ്ട്, കോൺക്രീറ്റിൽ ഡ്രിൽ ചെയ്യുന്ന ബിറ്റ് കിട്ടുന്നുണ്ട്, മെറ്റലിൽ ഡ്രിൽ ചെയ്യുന്ന ബിറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഓരോന്നിനുള്ള ബിറ്റും ഏകദേശം 4 എണ്ണം വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കിറ്റിന്റെ കൂടെ വരുന്നത്. പിന്നെ നമ്മളുടെ മേളിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വാൾ പ്ലഗും ബാക്കി സ്ക്രൂസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തതാണ്, പക്ഷേ അത് നമ്മുടെ കയ്യിലില്ല, അതെല്ലാം തീർന്നു പോയി. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലുള്ള സ്ക്രൂ ഡ്രൈവർ സെറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രില്ലറിൽ ഇത് അറ്റാച്ച് ചെയ്ത് നമുക്ക് സ്ക്രൂ വെച്ച് കഴിഞ്ഞിട്ട് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ കിട്ടുന്നത്. ആ ഒരു സ്ക്രൂ വെക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഈ ഇരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഇട്ടിരിക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ അല്ല, അത്യാവശ്യം നല്ല ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്.
ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ വരുന്ന ഇതാണ് ചെക്ക് വരുന്നത്. പിന്നെ ചെക്കിന്റെ കീ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്കിവിടെ 2 സ്വിച്ചുകൾ കാണാം. ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ഉള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. റിവേഴ്സ് നമുക്ക് ചെയ്യാവുന്ന ഡ്രില്ലിംഗ് മെഷീനാണ്. നമ്മൾ 800 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ഡ്രില്ലിംഗ് മെഷീനിലാണെങ്കിൽ നമുക്ക് റിവേഴ്സ് പറ്റത്തില്ല. റിവേഴ്സ് ഉള്ള ഡ്രില്ലിംഗ് മെഷീൻ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത് നമ്മളൊരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് നമുക്ക് അൺടൈറ്റ് ചെയ്യാനാണെങ്കിൽ പോലും റിവേഴ്സ് ഉള്ള ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൽ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹാമറിംഗ് മോഡും ഉണ്ട്, സാധാരണ മോഡും ഉണ്ട്. ഹാമറിംഗ് മോഡ് നമ്മൾ ഒരു 800 രൂപയ്ക്ക് വാങ്ങുന്ന ഡ്രില്ലിംഗ് മെഷീനിൽ ഹാമറിംഗ് മോഡ് അവൈലബിൾ അല്ല. ഹാമറിംഗ് മോഡെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന്, സാധാരണ നമ്മൾ ഈ ഒരു മോഡലിട്ട് നമ്മൾ മെറ്റല് തടിയൊക്കെയാണ് തുറക്കുന്നത്. ഇതിലിട്ട് നമുക്ക് കോൺക്രീറ്റും ഡ്രില്ല് ചെയ്യാൻ പറ്റും. കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കയറി പോകത്തില്ല, സ്മൂത്ത് ആയിട്ട് വിറ്റൊടിഞ്ഞു, അല്ലാതെ കയറി പോകത്തില്ല. അപ്പോഴത്തേക്കും നമ്മളിത് മാറ്റി ഹാമറിംഗ് മോഡിൽ ഇട്ടിട്ട് ഡ്രിൽ ചെയ്യണം. അപ്പൊ നല്ല പവർഫുള്ളും നല്ല ഇട്ടിയായിട്ട് വിറ്റ് കയറി പോവും. ഏതൊരു കല്ലില് സീലിംഗിലാണെങ്കിൽ പോലും ഹാമറിംഗ് മോഡ് ഇട്ട് നിങ്ങൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് കയറി പോകും. അതിനാണ് ഹാമറിംഗ് മോഡ് തന്നിരിക്കുന്നത്. ഈ സൈഡിലെ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സിനുള്ള സ്വിച്ച് ആണ്, റിവേഴ്സ് ബാക്കി കാര്യങ്ങൾക്കുള്ള. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അതായത് പിടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനാണ് ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം കൊടുത്തിരിക്കുന്നത്. ചെക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ചെക്കാണ്. ചെക്ക് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് റിലീസ് ആവും. അപ്പൊ ഇത് ഞാൻ പ്ലഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന്റെ പവർ ബോഷ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. അടിപൊളി കമ്പനിയാണ്, വിദേശ കമ്പനിയാണ്, ഫോറിൻ കമ്പനിയാണ്. അത് മാത്രമല്ല ബോഷിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ 2 വർഷം വാറന്റിയും കൂടെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ സർവീസ് ചെയ്ത് തരും. അപ്പൊ ഞാൻ ഇത് 3-4 വർഷമായിട്ട് യൂസ് ചെയ്യാണ്. പ്രൊഫഷണൽ യൂസും ഉണ്ട്, വീട്ടിലെ യൂസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഈ ഒരു ടൂൾ കിറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചതിന്റെ കാരണം എന്ന് പറയുമ്പോൾ, കാരണം എല്ലാ വീട്ടിലും ഓരോ ടൂൾസ് ആവശ്യമുണ്ട്. നമ്മള് ടൂൾസ് ചോദിച്ച് നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരും തരത്തില്ല. അതാണ് മെയിൻ കാരണം. നമ്മളിപ്പോ ചെറിയ പണിയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ തരത്തില്ല ആരും. സോ ഇതുപോലത്തെ ഒരു ടൂൾ കിറ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരെ ശല്യപ്പെടുത്തണം, നിങ്ങൾക്ക് തന്നെ പണികൾ ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ പണികൾ സൂപ്പറായിട്ട് ചെയ്യാം, വലിയ പണികളും ചെയ്യാം. അപ്പൊ പ്രൊഫഷണൽസിന്, അതായത് വലിയ ഒരു ഇലക്ട്രിക്കൽ പണിക്ക് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ബോഷിന്റെ ഡ്രിൽ മെഷീൻ നല്ല യൂസ്ഫുൾ ആണ്. ഈ ഒരു കമ്പനിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതെന്നല്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ ഒരു ഡ്രിൽ മെഷീനാണ്. അത് മാത്രമല്ല ഈ ഒരു ടൂൾ കിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ പണികളും ചെയ്യാം. കർട്ടൻ, ട്യൂബ് നമുക്ക് പുതിയ ട്യൂബ് ഫിറ്റ് ചെയ്യാം, നമുക്ക് കർട്ടൻ ഫിറ്റ് ചെയ്യാം, പുതിയ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതൊക്കെ ആണി അടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല. ഈ ഒരു ഹോളോ ബ്രിക്സിലായിരുന്നാൽ പോലും ആണി അടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ചുടുകട്ടയിലാണ് കയറി പോകും. പക്ഷേ നമ്മുടെ ഹോളോ ബ്രിക്സിൽ ആണി അടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല. പിന്നെ അതായി ഈ തൂക്കിയിരിക്കുന്ന എല്ലാം നമ്മുടെ ഡ്രില്ലർ വെച്ച് ചെയ്ത പണികൾ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്ക്രൂ ഇളക്കാനോ നട്ടളക്കാനോ എല്ലാം നമുക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ബിറ്റിട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ബിറ്റിട്ടതിന് ശേഷം നമ്മള് ഈ ഒരു ബിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു കീ വെച്ചാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഹോൾ ഉണ്ട്, അതിൽ നമ്മൾ ഈ ഒരു കീ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ടൈറ്റ് ആവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ കറന്റ് ആമസോണിൽ 3500 രൂപയാണ് വരുന്നത്. കൊടുക്കുന്ന പൈസക്ക് വേർത്താണ് സാധനം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലേക്കിടയോ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും